ചൈനയും തമ്മിലുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ ഔദ്യോഗികമായി പുനരാരംഭിച്ചിരിക്കുകയാണ്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത് സംഭവിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. കോവിഡ് മഹാമാരിയുടെയും അതിനുശേഷം സംഭവിച്ച അതിർത്തി സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ 2020 മുതൽ നിലച്ചുപോയ വിമാന സർവീസുകൾ പുനരാരംഭിച്ചതോടെ ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു എന്ന പ്രതീക്ഷ കൂടിയാണ് ഇത് നൽകുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 4 മണിക്ക് ഇൻഡിഗോ എയർലൈൻസിന്റെ 6E1703 നമ്പർ ഫ്ലൈറ്റ് ചൈനയിലെ ഗാങ്ഷൌ ബായുൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പുതിയ കൈകോർക്കലിന്റെ പ്രതീകമാവുകയായിരുന്നു. കൊൽക്കത്തയിൽ നിന്ന് പുറപ്പെട്ട ഇൻഡിഗോയുടെ ഈ എയർബസ് A320 വിമാനത്തിൽ 176 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. കൊൽക്കത്തയിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്ത ചൈനീസ് ഡെപ്യൂട്ടി കോൺസൽ ജനറൽ കിം യോങ് ഈ അവസരത്തെ ഇന്ത്യ ചൈന ബന്ധങ്ങളുടെ പുതിയ പുരോഗതി എന്നാണ് വിശേഷിപ്പിച്ചത്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വിമാന സർവീസ് പുനരാരംഭിക്കുന്നത് ഉഭയകക്ഷി ബന്ധങ്ങളുടെ വിജയമാണെന്ന് ചൈന വിശ്വസിക്കുന്നു. ഒപ്പം ഇന്ത്യയും. ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ അഭിപ്രായത്തിൽ പുതിയ വിമാന സർവീസ് ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കുന്ന ഘടകമാവുകയാണ്. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളെ ശക്തിപ്പെടുത്താൻ കൂടിയാണിത്. ഇപ്പോൾ കൊൽക്കത്ത ഗാങ്ഷൌ റൂട്ടിൽ ദിനംപ്രതി സർവീസ് നടത്താനാണ് ഇൻഡിഗോ തീരുമാനിച്ചിരിക്കുന്നത്. അധികം വൈകാതെ ഇനി സർവീസുകൾ ആരംഭിക്കാനാണ് പദ്ധതി. നവംബർ 9 മുതൽ ഡൽഹി ഷാങ്ഹായ് സർവീസ്, നവംബർ 10 മുതൽ ഡൽഹി ഗാങ്ഷൌ സർവീസ് എന്നിങ്ങനെ പുതിയ റൂട്ടുകളിലേക്ക് ഇൻഡിഗോ വിമാനങ്ങൾ പറക്കും. ഈ ഫ്ലൈറ്റുകൾ കൂടി സാധ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളും വിനോദസഞ്ചാര ബന്ധങ്ങളും പല മടങ്ങ് വളർച്ച ഉണ്ടാകും. 2020 കൊറോണ വൈറസ് വ്യാപനം തുടങ്ങിയതോടെയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നേരിട്ടുള്ള വിമാനങ്ങൾ നിർത്തിവെച്ചത്. പിന്നീട് ഗാൽവാൻ താഴ്വരയിൽ നടന്ന അതിർത്തി ഏറ്റുമുട്ടലിൽ 20 ഇന്ത്യൻ സൈനികരും 4 ചൈനീസ് സൈനികരും കൊല്ലപ്പെട്ടത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാക്കുകയുണ്ടായി. കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന മോദി ഷീ കൂടിക്കാഴ്ചകളും നയതന്ത്രതല ആശയവിനിമയങ്ങളും ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഉപകരിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളുടെയും പുതുക്കിയ സൗഹൃദം കൂടുതൽ പ്രതീക്ഷകൾക്ക് വക നൽകിയിട്ടുണ്ട്. 2 രാജ്യങ്ങളിലെയും ജനങ്ങൾ, ബിസിനസ്, വിനോദസഞ്ചാര മേഖലകൾ എന്നിവ തമ്മിലുള്ള ബന്ധം പുനരുജ്ജീവിപ്പിക്കുന്നതിന്റെ ആദ്യ പടിയായാണ് നേരിട്ടുള്ള വിമാന സർവീസ് പുനരാരംഭിച്ചതിനെ വിലയിരുത്തേണ്ടത്. ആഗോള രാഷ്ട്രീയ തലത്തിൽ മത്സരം തുടരുന്നെങ്കിലും ഈ നീക്കം ഏഷ്യൻ മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലേക്കുള്ള പ്രതീക്ഷയായി കണക്കാക്കപ്പെടുന്നു.